Good morning, children. Welcome to EVS class. Today we are going to discuss a new chapter, that is Animal are Friends. Okay? Animals our friends. Dear children, look here. Who are these? Who are these? Yes, these all are animals. These all are animals. You can see a lion, a deer, then a tiger, a monkey, and a horse in this picture. These all are animals. ഇതെല്ലാം എന്താണ് animals ആണ്. Where do they live? Where do they live? Yes, they live in the jungle. എവിടെയാണ്? കാട്ടിലല്ലേ അവ ജീവിക്കുക. So they are called what? Wild animals. എന്താ പറയാവേ? Wild animals എന്നാണ് പറയാ. They are living in the jungle. കാട്ടിൽ ജീവിക്കുന്ന ജീവികളെ wild animals എന്നാണ് പറയാ. Okay? Wild animals, that are animals live in jungle. Okay. Some animals kept in farms. ഫാമിൽ കെപ്റ്റ് ചെയ്യുന്ന ആനിമൽസിനെ നമ്മൾ ഫാം ആനിമൽസ് എന്ന് പറയുന്നു. ഫാമിൽ നമുക്ക് കാണാൻ കഴിയുന്ന ആനിമൽസ് ആണ് ഫാം ആനിമൽസ്. ലൈക്ക് കൗസ്, ബഫലോസ്, ഹെൻസ്, ഡക്സ് ആൻഡ് ഷീപ്പ്. ഇതൊക്കെ നമ്മൾ ഫാമിൽ വളർത്തുന്ന ആനിമൽസ് ആണ്. കൗസും ബഫലോസും ഹെൻസും ഡക്സും ഷീപ്പും ഇതൊക്കെ ഫാം ആനിമൽസ് ആണ്. ഓക്കെ, then what do you mean by pet animals? എന്താ pet animals എന്ന് പറഞ്ഞാൽ animals kept at home as pet. നമ്മൾ ഓമനിച്ച് വളർത്തുന്ന ആനിമൽസിനെയാണ്. വീട്ടിൽ നമ്മൾ ഓമനിച്ച് വളർത്തില്ലേ? ഏതിനൊക്കെയാ വളർത്താ? ഡോഗ്സിനെയും കാറ്റ്സിനെയും ഒക്കെ വളർത്തില്ലേ? അതിനെയൊക്കെ നമ്മൾ എന്ത് പറയും? പെറ്റ് ആനിമൽസ് എന്നാണ് പറയാ. പെറ്റ് ആനിമൽസ്. ഓക്കെ, then what do you mean by domestic animals? എന്താ ഡൊമസ്റ്റിക് ആനിമൽസ്? ഫാം ആനിമൽസ് ആൻഡ് പെറ്റ് ആനിമൽസ് ആർ കോൾഡ് ഡൊമസ്റ്റിക് ആനിമൽസ്. ഫാം ആനിമൽസിനെയും പെറ്റ് ആനിമൽസിനെയും കൂടി പറയുന്ന പേരാണ് ഡൊമസ്റ്റിക് ആനിമൽസ്. So we studied about wild animals, farm animals, pet animals and domestic animals. Okay. Next, animals give us food. നമുക്ക് ഫുഡ് തരുന്ന ആനിമൽസ് ഏതൊക്കെയാ? നിങ്ങൾക്ക് അറിയാലോ ഏതൊക്കെയാ? യെസ്, കൗസ്, ബഫലോസ് ആൻഡ് ഗോട്സ് ഗിവ് us മിൽക്ക്. നമുക്ക് പാല് തരുന്ന മൃഗങ്ങൾ ഏതൊക്കെയാ? കൗസ്, ബഫലോസ് ആൻഡ് ഗോട്സ്. കേർഡ്, ബട്ടർ, ചീസ് ആൻഡ് ഐസ്ക്രീം ആർ മെയ്ഡ് ഫ്രം മിൽക്ക്. മിൽക്കിൽ നിന്ന് എന്തൊക്കെയാ നമ്മൾ ഉണ്ടാക്കുക? കേർഡ് ഉണ്ടാക്കും, ബട്ടർ ഉണ്ടാക്കും, ചീസ് ഉണ്ടാക്കും, ഐസ്ക്രീം. ഇതൊക്കെ നമുക്ക് മിൽക്കിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. മിൽക്ക് എവിടുന്നാ കിട്ടുന്നത്? കൗസ്, ബഫലോ, ഗോഡ് ഗിവ് us മിൽക്ക്. ഓക്കെ, ഹെൻസ്, ഡക്സ് ആൻഡ് ഗീസ് ഗിവ് us eggs. മുട്ട തരുന്ന ആനിമൽസ് ഏതൊക്കെയാ? ഹെൻസ്, ഡക്സ് ആൻഡ് ഗീസ്. ഇതൊക്കെയാണ് നമുക്ക് എഗ്സ് തരുന്നത്. ഓക്കെ, ഹണി from honeybees. We are getting honey from the honeybees and wool from sheep. Sheep give us wool and silk from silkworm. We already studied in the previous chapter. Silk from silkworm. And leather is made from the skin of dead animals. Dead animals in the skinil നിന്നാണ് leather ഉണ്ടാക്കുന്നത്. Like buffalo, camel, snakes and crocodiles. Buffalo, camel, snakes, crocodiles പോലുള്ള ജീവികൾ ഡെഡ് ആയി കഴിഞ്ഞാൽ അതിന്റെ സ്കിന്നിൽ നിന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ലെതർ കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ആനിമൽസ് ഹെൽപ്പ് ഇൻ അവർ വർക്ക്. നമുക്ക് സഹായം ഉണ്ടാകുന്ന, അതായത് നമുക്ക് ഹെൽപ്പ് കിട്ടുന്നത് ആനിമൽസ് ഏതൊക്കെയാന്ന് നോക്കാം. ഓക്കെ, ഓക്സൻ ഹെൽപ്പ് ഫാമേഴ്സ് ഇൻ ദ ഫീൽഡ്. കർഷകരെ വയലിൽ സഹായിക്കുന്നത് ഓക്സൻ ആണ്. ക്യാമൽസ്, ബുള്ളോക്സ് ആൻഡ് ഹോഴ്സസ് പുൾ കാർട്സ്.
നിങ്ങൾ കേട്ടിട്ടില്ലേ കുതിരവണ്ടി, കാളവണ്ടി എന്നൊക്കെ? അതൊക്കെ വലിക്കാൻ നമ്മൾ ക്യാമൽസിനെയും ബുള്ളോക്സിനെയും ഹോഴ്സസിനെയും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. എലിഫന്റ്സ് ആൻഡ് ഡോങ്കീസ് ക്യാരി ലോഡ്സ്. എലിഫന്റ്സും ഡോങ്കീസ് ഒക്കെ ലോഡ് ക്യാരി ചെയ്യാൻ ഉപയോഗിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ആനിമൽ ഹോംസ്. ആനിമൽ ഹോംസ്. Wild animals such as elephant and giraffe rest under trees. ട്രീസിന്റെ അടിയിലാണ് ആനിമൽസ് ആയ എലിഫന്റും ജിറാഫും ഒക്കെ താമസിക്കുന്നത് അല്ലേ? മങ്കീസ് എവിടെയാ? മങ്കീസ് ലിവ് ഓൺ ട്രീസ്. മങ്കീസ് ലിവ് ഓൺ ട്രീസ്. ലയൺ ഇൻ ഡെൻ. ലയൺ ഇൻ ഡെൻ. Bears live in caves. Bears live in caves. Rat, snakes and rabbit live in holes. റാറ്റും റാബിറ്റും സ്നേക്സ് ഒക്കെ ഹോളിലാണ് താമസിക്കുന്നത്. ബേർഡ്സ് മേക്ക് ദെയർ നെസ്റ്റ്. ബേർഡ്സ് കൂടുണ്ടാക്കും അല്ലേ? ബേർഡ്സ് മേക്ക് ദെയർ നെസ്റ്റ്. ദെൻ കൗസ് ആൻഡ് ബഫലോസ് ലിവ് ഇൻ ഷെഡ്. നമ്മൾ ഉണ്ടാക്കുന്ന ഷെഡിലല്ലേ കവും ബഫലോ ഒക്കെ ജീവിക്കുക അല്ലേ? Dogs live in kennels. Dogs in kennel. Horses in stable. Horses in stable. The house of horses known as stable. Okay. These are the animal homes. Next one is plant eating animals. Animals are three types. That is plant eating, flesh eating, plant and flesh eating animals. Plant eating animals ഏതൊക്കെയാ? Cows, horses, deer. These eat grass, leaves and green plants. പ്ലാന്റ്സിനെ മാത്രം ഈറ്റ് ചെയ്യുന്ന ആനിമൽസിനെയാണ് നമ്മൾ പ്ലാന്റ് ആനിമൽസ് എന്ന് പറയാം. അവ ഫ്ലഷ് കഴിക്കില്ല, പ്ലാന്റ് മാത്രമേ കഴിക്കുള്ളൂ. ഫ്ലഷ് ഈറ്റിംഗ് ആനിമൽസോ? Lion, tigers, wolves, crocodiles. They kill other animals and eat their flesh. മറ്റു മൃഗങ്ങളെ കൊന്നിട്ട് അതിന്റെ ഫ്ലഷ് കഴിക്കുന്നവയാണ് ഫ്ലഷ് ഈറ്റിംഗ് ആനിമൽസ് എന്ന് പറയും. ഓക്കെ, പ്ലാന്റ് ആൻഡ് ഫ്ലഷ് ഈറ്റിംഗ് ആനിമൽസ്. പ്ലാന്റും കഴിക്കും കൂടാതെ ഫ്ലഷും കഴിക്കുന്ന ആനിമൽസ് ആണ് ബെയർസ്. ബെയർ കരടി, അത് പ്ലാന്റും കഴിക്കും അതേപോലെ തന്നെ ആനിമൽസിന്റെ ഫ്ലഷും കഴിക്കുന്നുണ്ട്. ഓക്കെ, ലാസ്റ്റ് വൺ ഈസ് സ്കാവെഞ്ചേഴ്സ്. സ്കാവെഞ്ചേഴ്സ് സ്കാവെഞ്ചേഴ്സ് എന്ന് പറഞ്ഞാല് വൾച്ചേഴ്സ്, ഹൈനാസ്, ജാക്കൽസ് ഇതൊക്കെയാണ് സ്കാവെഞ്ചേഴ്സ്. അവ the flesh of dead animals. They are called scavengers. Dead animalsന്റെ ഫ്ലഷ് കഴിക്കുന്നവയെയാണ് സ്കാവെഞ്ചേഴ്സ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾസ് ആണ് വൾച്ചേഴ്സും ഹൈനാസും ജാക്കൽസും ഒക്കെ. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. What we have studied in this class? We studied about wild animals, farm animals, pet animals and domestic animals. Then the food we are getting from the animals: milk, egg, honey, etc. and wool, silk, leather. Then animal homes: monkey, lion, bears, rats, birds all have their houses, different types of houses. Then next, three types of animals, that is plant eating, flesh eating, plant and flesh eating animals, and another type is scavengers. Okay, so children, read the textbook 2 or 3 times and study the points. Okay, bye dear children.